ചേട്ടാ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കത്ത് ഓർ നിവേദനം ഇതിനകത്ത് ബഹുമാനപ്പെട്ടെന്ന് ചേർക്കണമെന്ന് ഉത്തരവിറക്കി. ഇത് ജനാധിപത്യ രാജ്യത്ത് ശരിയായ ഒരു നടപടിയാണോ? തീർച്ചയായിട്ടും ദേവിക ചോദിച്ചതുപോലെ ഇപ്പോൾ സംസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്കെ കൊടുക്കുന്ന കത്തുകളിൽ ബഹുമാനപ്പെട്ട എന്ന് വെക്കണം എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ പുതിയതായിട്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ജനങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു നിവേദനം കൊടുക്കുമ്പോൾ അത്തരത്തിലൊരു നിവേദനത്തിന്റെ മറുപടിയായിട്ട് സർക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥർ തിരിച്ച് ഒരു റിപ്ലൈ കൊടുക്കുമല്ലോ, മറുപടിയായിട്ട് ഒരു കത്ത് അല്ലെങ്കിൽ അതിന് പകരമായിട്ടുള്ള ഒരു മറുപടി കത്ത് കൊടുക്കും. ആ മറുപടി കത്തിലും ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരസൂചകമായിട്ടുള്ള ബഹുമാനപ്പെട്ട എന്നത് ചേർക്കണം എന്നാണ് ഇപ്പോ ഈ പറയുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? സാമാന്യമായി ബഹുമാനം എന്നുള്ളത് ആളുകൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമല്ല, അറിഞ്ഞു കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ നിലപാട്. പ്രത്യേകിച്ച് ഈ ഇന്ത്യ ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യമായ ഒരു സ്ഥലത്ത് പൊതുജനങ്ങളാണ് ഭരണം നടത്തുന്നതും അവരാണ് ഭരണം നടത്താൻ ഒരു വിഭാഗത്തെ ഏൽപ്പിക്കുന്നതും. അവിടെ ഇപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസുകാരെ എപ്പോഴും നമ്മൾ സാർ 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 എന്നാണ് വിളിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പതിവാണ് പോലീസുകാരെ സാർ എന്ന് വിളിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് ഒരു പൗരൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരെ സാർ എന്ന് വിളിക്കേണ്ടത്? ഈ സാർ വിളി പോലീസുകാരന്റെ അടിമയാണോ പൊതുജനം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. അവിടെ നിയമം നടപ്പിലാക്കാൻ പോലീസുകാരന് അനുമതിയുള്ളത് പൗരന് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ടാണ്. അതാണ് റൈറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഭരിക്കാൻ ഏൽപ്പിക്കുന്ന മുഖ്യമന്ത്രി ഓർ മന്ത്രിമാർ നമ്മളെ ഭരിക്കാനല്ല, നമ്മൾക്ക് സേവനം ചെയ്യാനാണ്. ഭരണം എന്നാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷെ ആ ഭരണത്തിന്റെ നിർവചനം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സേവനം. പൊതുജനങ്ങളുടെ സേവകനാണ് ആര്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ. അവർ പക്ഷേ ഇപ്പൊ നമ്മൾ രാജഭരണകാലത്തെയൊക്കെ കുറ്റം പറയുമെങ്കിലും ഇപ്പോ ഒരു സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് രാജഭരണത്തെക്കാൾ വലിയ രാജഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. പിണറായിയാണ് രാജാവ്. അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം ഈ പറയുന്ന പോലെ പ്രധാനപ്പെട്ട മന്ത്രിയും അതുപോലത്തെ മന്ത്രിമാരും പ്രഭുക്കന്മാരും ഒക്കെ ആയിട്ട് സമാന്തര ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജമ്മിത്വത്തിനെതിരെയും അല്ലെങ്കിൽ ബൂർഷകൾക്കെതിരെയും രാജഭരണത്തിനെതിരെയും ഒക്കെ നിരന്തരമായി സംസാരിക്കുന്നതാണ്. പണ്ട് മുതലേ സംസാരിച്ചു തുടങ്ങിയ ആൾക്കാരാണ് CPM. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ ഇവരാണ് രാജാക്കന്മാർ എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 50 വണ്ടി പോലീസാണ് മുഖ്യമന്ത്രിയുടെ കൂടെ പോകുന്നത്. മുഖ്യമന്ത്രിക്ക് തീവ്രവാദി അറ്റാക്ക് ഉണ്ടോ? അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു 1-2 വണ്ടി പോലീസ് ആണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. 50 വണ്ടി പോലീസാണ്. പൊതുജനത്തിന് വഴി നടക്കാൻ പറ്റില്ല. അതായത് ആംബുലൻസ്, പിന്നെ ഫയർഫോഴ്സ്, ഇനി എന്തൊക്കെ വേണോ ആ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ആര് പോകുന്നത്? മുഖ്യമന്ത്രി പോകുന്നത്. CPM അധികാരത്തിൽ വന്ന സമയത്ത് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സർക്കാരാണ്. ഞങ്ങൾക്ക് എസ്കോർട്ട് വേണ്ട. ആർക്ക് വേണ്ട? ഈ പറയുന്ന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കൊന്നും എസ്കോർട്ട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ആവശ്യമെങ്കിൽ 2 വണ്ടി എസ്കോർട്ട് മുഖ്യമന്ത്രിയാണല്ലോ ഉണ്ടാവും. ഇന്ന് ഏതെങ്കിലും ഒരു മന്ത്രി പോകുന്നുണ്ടെങ്കിൽ അത് വഴി ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം റോഡ് ബ്ലോക്ക് ചെയ്തിടും, ട്രാഫിക് നിയന്ത്രിക്കും, അവിടെ 2-3 വണ്ടി പോലീസ് പുറകെ ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ കാര്യം. മന്ത്രിമാരായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരെ ഭരിക്കേണ്ടവരും ഇവർ ഭരിക്കപ്പെടേണ്ടവരും ആണ് എന്നാണ് ചിന്ത. ആ ചിന്തയുടെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയാണ് ഇന്ന് പിണറായി വിജയൻ ഗവൺമെന്റിലെ ഭരണപരിഷ്കാര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ സൂക്ഷ്മമായിട്ടൊന്ന് വിലയിരുത്തിയാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിക്കുന്നത് എന്താണെന്നറിയോ? കമ്മ്യൂണിസം പറയുകയും കമ്മ്യൂണിസവുമായി ഭരണത്തിലേക്ക് വരികയും പിന്നീട് അവിടെ ഏകാധിപത്യ ഭരണമാവും. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്ന് പറയുന്നു. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് പറയാൻ കഴിയില്ല. ആണെന്ന് പറയുന്നു. ആദ്യം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. അങ്ങനെയുള്ള ചൈനയിൽ ഇപ്പൊ ഭരിക്കുന്നത് ഷീ ജിൻപിങ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയാണ്. സമ്പൂർണമായും ചക്രവർത്തി ഭരണമാണ്, രാജഭരണമാണ്. അവർക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നാൾ പിന്നെ പുറലോകം കാണില്ല. ജയിലൊന്നുമല്ല, കൊന്നുകളയും. ഒരു സംശയമില്ല കാര്യത്തിൽ. അവിടെ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല. പള്ളികൾ പോലും ശബ്ദം കുറച്ച് വേണമെങ്കിൽ ആരാധിക്കാം, അല്ലെങ്കിൽ ആരാധിക്കാൻ പറ്റില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടുത്തെ രാജാവിനെ തീരുമാനിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പില്ല.
അവർ തീരുമാനിക്കും ആരാണ് ഭരണാധികാരി. അതാണ് ഒരു ജനങ്ങൾക്ക് അവിടെ യാതൊരു വിധത്തിലുള്ള എന്തുമില്ല, ഒരു ഭരണ നയങ്ങളിൽ അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരവുമില്ല, അഭിപ്രായവുമില്ല. പിന്നെ കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഉത്തര കൊറിയയുടെ ഭരണാധികാരി അവിടെ കാട്ടിക്കൊടുത്തത് അയാളാണ് അവിടുത്തെ എല്ലാം. പുള്ളി വിചാരിച്ചാൽ പുള്ളിയെ ഇപ്പം നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി ഇരുന്നു എന്ന് വിചാരിച്ചു, ഈ പുള്ളിയുടെ ഒരു സീന് കണ്ട് ആരെങ്കിലും ഒരുത്തനെ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ അവനെ കൊല്ലുന്നാണ് പറയുന്നത്. ഇതാണ് എല്ലാ സ്ഥലത്തും. ഈ വെനസ്വേലയിൽ എന്താ സംഭവിച്ചത്? അവിടെ മധൂറോ എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടായിരുന്നു. ഭരണാധികാരി ഇയാൾ പതുക്കെ എന്ത് ചെയ്തു, ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. എല്ലാ സ്ഥലത്തും ഈ കമ്മ്യൂണിസ്റ്റ് ആളുകൾ ഇത്തരത്തിലേക്കാണ്. ബംഗാളിൽ എന്തുകൊണ്ടാണ് ഭരണം പോയത്? ബംഗാളിൽ ഭരണം പോയത് ഇതേ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ്. ഏകാധിപത്യ ഭരണ ശൈലി പിന്തുടർന്നുകൊണ്ട്. അതുപോലെ അതേ ശൈലിയിലേക്ക് പിണറായി വിജയനും ഗവൺമെന്റും പോകുന്നു എന്ന കാര്യമാണ് നമ്മൾക്കിപ്പോ ഇവിടെ നമ്മൾ കാണുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങളാൽ ഭരിക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ജനങ്ങളാൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സർക്കാർ ആണ് ഇവിടെ ജനങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വിളിക്കണം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ആർക്കും ഇപ്പം ബഹുമാനമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അതെ, ഒരു ബഹുമാനവും തനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ പിന്നെ എന്താ വഴി? ജനങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലയോ, താണുകേണ അപേക്ഷിക്കുന്നു, അങ്ങയുടെ സേവനത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സുഖം, ഒരു മനസ്സുഖം. അല്ല, ഇത്രയും നിവേദനം കൊടുത്തിട്ട് അയാൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അല്ല, അത് വേറെ കാര്യം. നിവേദനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷെ എന്നെ എല്ലാവരും ബഹുമാനപ്പെട്ട എന്ന് വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. ഇത് ന്യായീകരിക്കാനും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് എന്താണ്? പുരോഗമനം, മതേതരത്വം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താ? നേരെ തിരിഞ്ഞ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി രാജാവ് ചെയ്യുന്നത് പാർട്ടിക്കാർ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ജനങ്ങളും സഹിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിനെതിരെ ഒന്നും പറയാൻ ആരുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പോലീസ് സംവിധാനം എന്ന് പറയുന്ന സംവിധാനം രാജാവിന്റെ അടിമക്കുട്ടങ്ങൾ എന്ന പോലെ രാജാവിനെ പ്രീതിപ്പെടുത്തുന്ന ആളുകൾക്ക് എല്ലാവിധ സംരക്ഷണവും ഒരുക്കി കൊടുത്തുകൊണ്ട് കേരളത്തിൽ എന്ത് തോന്നിവാസവും ഇവിടുത്തെ പോലീസുകാർക്ക് കാണിക്കാം എന്ന നിലയിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പറയുന്ന ഒരു കുറിപ്പ് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു ഉത്തരവായിട്ട് തന്നെ അത് പുറത്തിറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിനെ ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സ്ഥാനമാണ് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്നത്. ആ കമ്മീഷന്റെ വി.എസ്. ഇരുന്ന സ്ഥാനത്ത് ഇന്നിരിക്കുന്നത് ആരായാലും, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇന്നിരിക്കുന്നത് ആരായാലും പിണറായിയുടെ അടിമപ്പണി ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളെല്ലാം അവരെ സാറേ, അല്ലെങ്കിൽ ഏറ്റവും ബഹുമാന സൂചകമായി എന്ത് വിളിക്കാൻ പറ്റുമോ അതൊക്കെ വിളിച്ച് താണുകേണ് വണങ്ങിയിരിക്കണം എന്ന ഒരു വൃത്തികെട്ട നിലപാടിന്റെ പുറത്താണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ജനഗണമന കേട്ടാൽ പോലും എഴുന്നേറ്റ് നിൽക്കണ്ട എന്നാണ് ആര് പറയുന്നത്? സുപ്രീം കോടതി പറയുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മളെ നിർബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രാജ്യത്താണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിൽ ഒരു കാര്യം കൊണ്ടുവരുന്നത്. ഇത് ഒരിക്കലും കമ്മ്യൂണിസം ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ല എന്ന് മാത്രമാണ്.